കഴിഞ്ഞ വീഡിയോസിലായിട്ട് ലൈറ്റ് റിയാക്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ലൈറ്റ് റിയാക്ഷനിൽ വരുന്ന സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോർ റിലേഷൻ, അവിടെ നിന്നും എനർജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനുമായിട്ടുള്ള പ്രധാന കമ്പാരിസൺ ആയിട്ട് നമ്മൾ പറയുന്നത്, ലൈറ്റ് റിയാക്ഷന് ലൈറ്റ് എനർജി അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. ലൈറ്റ് എനർജിയുടെ പ്രസൻസിൽ അവർ ലൈറ്റ് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പൊ ലൈറ്റ് എനർജിയുടെ ആബ്സെൻസിൽ ആ റിയാക്ഷൻ നടക്കില്ല. പക്ഷെ എന്ന് കരുതി നമ്മൾ ഡാർക്ക് റിയാക്ഷനെ കരുതി വെച്ചിരിക്കുന്നത് ഡാർക്ക് റിയാക്ഷൻ ലൈറ്റിന്റെ ആബ്സെൻസിൽ മാത്രമേ നടക്കൂ എന്നുള്ള കാര്യമാണ്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. ഡാർക്ക് റിയാക്ഷന് ലൈറ്റിന്റെ ആവശ്യമില്ല. ഇവർ ലൈറ്റ് എനർജി യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ലൈറ്റ് ഇൻഡിപെൻഡന്റ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവർ ലൈറ്റ് ഇൻഡിപെൻഡന്റ് ആണെങ്കിലും ഇവർക്ക് ലൈറ്റിന്റെ പ്രസൻസിലും ലൈറ്റിന്റെ ആബ്സെൻസിലും റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ നടക്കും. അപ്പൊ ലൈറ്റ് ഫേസിൽ എന്ന് പറയുമ്പോൾ ലൈറ്റിനെ അവർ നേരിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കണ്ടായിരുന്നു ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് തുടങ്ങുന്നത് തന്നെ ഫോട്ടോൺസിനെ സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പൊ ലൈറ്റ് എനർജി നേരിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് ഒബ്വിയസ്ലി അത് ലൈറ്റിന്റെ ആബ്സെൻസിൽ നടക്കില്ല. അതുപോലെ ഇവിടെ ഇത് ലൈറ്റിന്റെ ആബ്സെൻസിൽ മാത്രമേ നടക്കൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. സോ ഡാർക്ക് റിയാക്ഷൻ നമ്മളെല്ലാവരും പണ്ടുതൊട്ടേ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അതൊരു തെറ്റായ ധാരണയാണ്. അപ്പൊ ഡാർക്ക് റിയാക്ഷൻ പ്രധാനമായിട്ടും നടക്കുന്നത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിലാണ്. സ്ട്രോമയാണ് ഇതിന്റെ ഈ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്ന സ്ഥലം. അപ്പൊ നമുക്ക് ഡാർക്ക് റിയാക്ഷന്റെ മേജർ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് പരിശോധിക്കാം. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് ഡാർക്ക് റിയാക്ഷനിൽ നമുക്ക് വേറെ കുറച്ച് പേരുകൾ കൂടിയുണ്ട് നമ്മുടെ ഡാർക്ക് റിയാക്ഷന്. അത് ആദ്യം നോക്കാം. ഡാർക്ക് റിയാക്ഷനെ നമ്മൾ PCR സൈക്കിൾ എന്ന് വിളിക്കും. PCR സൈക്കിൾ, ഫോട്ടോസിന്തറ്റിക് കാർബൺ റിഡക്ഷൻ സൈക്കിൾ, അതാണ് PCR സൈക്കിൾ. ഓർ ബയോ സിന്തറ്റിക് ഫേസ്. ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് റിയാക്ഷനിൽ യാതൊരു തരത്തിലുള്ള സിന്തറ്റിക് ആക്ടിവിറ്റീസും കണ്ടില്ല. ഗ്ലൂക്കോസിനൊന്നും അവിടെ സിന്തസൈസ് ചെയ്യില്ല. അവിടെ എനർജി ATPയും റെഡ്യൂസിംഗ് പവേഴ്സ് ആയ NADPH2 ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരെ ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന ബയോസിന്തറ്റിക് അല്ലെങ്കിൽ സിന്തറ്റിക് ഫേസ് ആണ് ഈ ഡാർക്ക് റിയാക്ഷൻ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബയോസിന്തറ്റിക് ഫേസ്. അതുപോലെ ഇതിന് നമ്മൾ ഈ പ്രോസസ്സ്, ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാണ് മെൽവിൻ, കാൽവിൻ, ബെൻസൺ, ബാസാം. സോ ഇവരുടെ പേരിന്റെ കൂടെ നമ്മൾ കാൽവിൻ, ബെൻസൺ, ബാസാം സൈക്കിൾ എന്ന് നമ്മൾ വിളിക്കും. അല്ലെങ്കിൽ സിംപ്ലി കാൽവിൻ സൈക്കിൾ എന്നും വിളിക്കും. ഓക്കെ, കാൽവിൻ സൈക്കിൾ. പിന്നെ ഒരു പേര് ഇവിടെ ഉണ്ട്, C3 സൈക്കിൾ. C3 സൈക്കിൾ അതിന് അങ്ങനെ വിളിക്കാൻ കാരണം ഈ റിയാക്ഷന്റെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ C3 സൈക്കിൾ എന്നും കൂടി വിളിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഡാർക്ക് റിയാക്ഷൻ C3 സൈക്കിള്, അതിന്റെ പ്രധാനപ്പെട്ട 3 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ കാർബോക്സിലേഷൻ, 2 ഗ്ലൈക്കോലിറ്റിക് റിവേഴ്സൽ, 3 ഗ്ലൈക്കോലിറ്റിക് റിവേഴ്സൽ, ലാസ്റ്റ് റീജനറേഷൻ ഓഫ് RUBP. RUBP എന്താണെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കിക്കളയാം. ഫസ്റ്റ് വൺ, ഈ ഡാർക്ക് റിയാക്ഷനെ കുറിച്ചുള്ള പഠനത്തിന്റെ തുടക്കത്തിൽ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ് ആദ്യത്തെ ഇവിടെ ഉണ്ടാകുന്ന ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അഡീഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്, കാർബോക്സിലേഷൻ. അപ്പൊ ഏതോ ഒരു കോമ്പൗണ്ടിനെ കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ കാർബണേ ഉള്ളൂ. അതിനകത്ത് ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഒരു 2 കാർബൺ കോമ്പൗണ്ടുമായി കമ്പൈൻ ചെയ്താകണം ഫസ്റ്റ് 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകുന്നത് എന്നായിരുന്നു അവർ ആദ്യം ധരിച്ചിരുന്നത്. പിന്നെ നമുക്ക് മനസ്സിലായി അത് തെറ്റാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു 5 കാർബൺ കോമ്പൗണ്ടുമായി കമ്പൈൻ ചെയ്താണ് ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ആയ 3 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്.
അപ്പൊ ആ ഫസ്റ്റ് ആ 5 കാർബൺ കോമ്പൗണ്ട്, കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന ആ 5 കാർബൺ കോമ്പൗണ്ട് ആണ് RuBp. നമ്മളവിടെ പറഞ്ഞ RuBp അല്ലെങ്കിൽ റുബുലോസ് 15 ബൈ ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയാം. ബിസ്ഫോസ്ഫേറ്റ് ഇതാണ് RuBp. ഇതാണ് ആ 5 കാർബൺ കോമ്പൗണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് RuBp കാർബൺ ഡൈ ഓക്സൈഡിലൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് എന്റെ ആ സ്റ്റെപ്പ് നടക്കുന്നതെന്ന് നോക്കാം. ആദ്യം RuBp 6 molecules of RuBp 6 molecules of RuBp. അതേസമയം RuBp എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനകത്ത് 5 കാർബൺ ഉണ്ട്. ഇറ്റ് ഈസ് എ 5 കാർബൺ കോമ്പൗണ്ട്. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 5 into 6 ഒരു മോളിക്യൂൾ RuBp യിൽ 5 കാർബൺ ഉണ്ട്. അപ്പൊ 6 മോളിക്യൂൾ RuBp ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം there are 30 കാർബൺ inside this 6 molecules of RuBp. അപ്പൊ നമ്മൾ ഈ 6 molecule of RuBp പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡുമായി combines with carbon dioxide, CO2, carbon dioxide combine ചെയ്ത് എത്ര carbon dioxide? Again 6 molecule of carbon dioxide combines with 6 molecule of RuBp to form 6 molecule of a hexose intermediate എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ കോമ്പൗണ്ടില് 6 കാർബൺ ഉണ്ടാകും. കാർബൺ 6 എണ്ണം. സോ 6 into 6 36. ഇവിടെ നോക്കൂ 30 കാർബൺ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും 6 മോളിക്യൂൾ 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും 6 കാർബൺ ടോട്ടൽ 36 ആണ് ഇവിടെ ഉണ്ടാകുന്നത്. സോ നമ്മുടെ കോമ്പൗണ്ട് ഹെക്സോസ് ഇന്റർമീഡിയറ്റില് അപ്പൊ 36 കാർബൺ ഉണ്ട്. കണ്ടോ? ഇറ്റ് ഈസ് എ 6 കാർബൺ കോമ്പൗണ്ട് which is 6 molecule hexose intermediate ഉണ്ട്. So 6 into 6 36. Then this hexose intermediate undergoes cleavage. അതിനു മുമ്പ് ഒരു കാര്യം, ഈ RuBp ഹെക്സോസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് മാറുന്ന ഈ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ കാർബോക്സിലേഷൻ അല്ലെങ്കിൽ RuBp കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് ഹെക്സോസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് മാറുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ കാർബോക്സിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇവിടെ RuBp കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് ഹെക്സോസ് ഇന്റർമീഡിയറ്റ് ആകുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്, റുബിസ്കോ. റുബിസ്കോയുടെ ഫുൾ ഫോം ആണ് റുബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. അപ്പൊ ഇത് കാർബോക്സിലേഷന് സഹായിക്കും, ഓക്സിജനേഷന് സഹായിക്കും. അപ്പം റുബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് ഇവിടെ RuBp കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് ഹെക്സോസ് ഇന്റർമീഡിയറ്റ് ആകാൻ സഹായിക്കുന്ന, ഈ കാർബോക്സിലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ സഹായിക്കുന്ന എൻസൈം. ദെൻ ഇവിടെ ഞാൻ പറഞ്ഞു 6 molecules of hexose intermediate ഫോം ചെയ്തു. Then these 6 molecules of hexose intermediates undergoes cleavage to form 12 molecules of 3-PGA, 3-phosphoglycerate or 3-phosphoglyceric acid. എന്താ 3-phosphoglyceric acid? ഇതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റേബിൾ 3 കാർബൺ കോമ്പൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ 3 കാർബൺ കോമ്പൗണ്ട് ആണ് this phosphoglycerate or phosphoglyceric acid, 3-phosphoglyceric acid, which is a 3 carbon compound. But all molecules of 3PGA ഉണ്ടായപ്പോൾ 3 into 12 36 കാർബൺ. ഇവിടെ 3 കാർബൺ ആണ് ഒരു മോളിക്യൂളിൽ. അപ്പം ഒരു phosphoglyceric ആസിഡിൽ 3 കാർബൺ. സോ 12 molecules of phosphoglyceric ആസിഡിൽ 36 കാർബൺ. ഓക്കെ, അപ്പൊ ആ എണ്ണം ഒന്നും മാറുന്നില്ല. അപ്പം phosphoglyceric acid form ചെയ്തു. Then this phosphoglyceric acid undergoes phosphorylation. To form this phosphoglyceric acid undergoes
phosphorylation to form അതിനു മുമ്പ് ഇവിടെ 12 മോളിക്യൂൾസ് ഓഫ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ട്. ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഓരോ മോളിക്യൂളിലും ഓരോ ഫോസ്ഫേറ്റ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് വീതം ആഡ് ചെയ്യണം. അപ്പൊ ഒരു മോളിക്യൂളിൽ ഒരു ഫോസ്ഫേറ്റ് വെച്ച് 12 മോളിക്യൂളിലേക്ക് 12 ഫോസ്ഫേറ്റ് വേണ്ടേ? അപ്പൊ നമുക്ക് ഫോസ്ഫേറ്റ് എവിടുന്നാ കിട്ടുക? ഇവിടെ 12 ATP മോളിക്യൂൾസ് 12 ADP ആയിട്ട് മാറുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഫോസ്ഫേറ്റ് ഉപയോഗിച്ച് 3PGAക്ക് ഫോസ്ഫോറൈലേഷൻ സംഭവിച്ച് എന്തായി മാറും? അത് 12 മോളിക്യൂൾസ് ഓഫ് 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്നു. സോ ഇവിടെയും ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഈസ് ഓൾസോ എ 3 കാർബൺ കോമ്പൗണ്ട്. അപ്പോഴും കാർബൺ എണ്ണം മാറുന്നില്ല. 12 into 3 36 കാർബൺ ഇവിടെയുണ്ട്. ആൻഡ് ദെൻ ഈ ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് റിഡക്ഷൻ സംഭവിച്ചു ഇവിടെ റെഡ്യൂസ് ചെയ്യപ്പെട്ട് അവരെ റെഡ്യൂസ് ചെയ്ത് ദിസ് അണ്ടർഗോസ് റിഡക്ഷൻ. ഇവർക്ക് റിഡക്ഷൻ സംഭവിച്ച് ഇവിടെ റിഡക്ഷൻ സംഭവിക്കുന്ന റെഡ്യൂസിംഗ് പവർ വേണം. റെഡ്യൂസിംഗ് പവർ എന്ന് പറയുന്നത് നമ്മളുടെ ലൈറ്റ് റിയാക്ഷനിലെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഉണ്ടായ NADPH2 ആണ് ഇവിടുത്തെ റെഡ്യൂസിംഗ് പവർ. അപ്പൊ NADPH2 ഓക്സിഡേഷൻ സംഭവിച്ച് NADPH2 undergoes oxidation. NADPH2 ഓക്സിഡേഷൻ സംഭവിച്ച് NADPH2 undergoes oxidation and they will convert to NADP. അപ്പൊ ഇവിടെ ആ സമയത്ത് നമ്മളുടെ 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്തായി മാറുന്നു? 12 മോളിക്യൂൾസ് ഓഫ് ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. സോ ഹിയർ 12 molecules of 1,3-diphosphoglyceric acid undergoes reduction to form 12 molecules of phosphoglyceraldehyde. And then these 12 molecules of phosphoglyceraldehyde get splits into ഇവിടെ 12 മോളിക്യൂൾ ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ഉണ്ടായില്ലേ? 12 മോളിക്യൂൾ ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡിൽ നിന്നും 2 molecules ഓഫ് ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് നമ്മൾ നേരിട്ട് ഗെയിൻ ചെയ്യുന്നതാണ്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യും. ബാക്കി 10 എണ്ണം തിരിച്ച് ഈ സൈക്കിളിലോട്ട് എൻ്റർ ചെയ്യും. ആൻഡ് 10 molecules ഓഫ് 10 molecules of phosphoglyceraldehyde again enters to this cycle. എന്നിട്ട് ഈ 10 മോളിക്യൂൾസിലും ഓരോ ഫോസ്ഫേറ്റ് വിധമാണുള്ളത്. എന്നിട്ട് ഇവിടുന്ന് ഫോസ്ഫേറ്റ് നഷ്ടമാകും. ഓരോ 4 ഫോസ്ഫേറ്റ് ഇവിടുന്ന് നഷ്ടമാകും. ദെൻ ഈ കോമ്പൗണ്ട് എന്തായിട്ട് മാറുന്നു? ഈ ഫോസ്ഫേറ്റ് നഷ്ടമായ ശേഷം ഇവിടെ ഈ 10 ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് 6 molecules ഓഫ് റിബുലോസ് 5-phosphate റിബുലോസ് ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ റിബുലോസ് ബൈഫോസ്ഫേറ്റിനകത്ത് ഇപ്പോ ഓരോ മോളിക്യൂളിലും റിബുലോസ് ബൈഫോസ്ഫേറ്റിന്റെ ഓരോ മോളിക്യൂളിലും ഓരോ ഫോസ്ഫേറ്റ് വിധമാണ് ഉള്ളത്. 6 മോളിക്യൂൾസിലും ഓരോ ഫോസ്ഫേറ്റ്. പക്ഷേ RUBP റീജനറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ റുബിലോസ് ബൈഫോസ്ഫേറ്റ് ആണ്. 1,5 ഫസ്റ്റ് കാർബണിലും 5th കാർബണിലും RUBP ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെയാണെങ്കിൽ റിബുലോസ് ഫോസ്ഫേറ്റിന്റെ 5th കാർബണിലേ ഉള്ളൂ ഫോസ്ഫേറ്റ്. അപ്പം ഇവിടുന്ന് റിബുലോസ് 5-ഫോസ്ഫേറ്റിലേക്ക് ഇനി എത്ര കാർബൺ വേണം? ഓരോ മോളിക്യൂളിലേക്കും 6 മോളിക്യൂൾ ഉണ്ട്. 6 മോളിക്യൂളിലേക്കും 6 ഫോസ്ഫേറ്റ് കാർബൺ അല്ല 6 ഫോസ്ഫേറ്റ് ആഡ് ചെയ്താലേ ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറത്തുള്ളൂ. 6 molecules ഓഫ് റിബുലോസ് ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പൊ 6 മോളിക്യൂൾ ഫോസ്ഫേറ്റിന് വേണ്ടി ഇവിടെ നമുക്ക് എവിടുന്ന ഫോസ്ഫേറ്റ് ഈൽഡ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെയും 6 molecules 6 ATP molecules combined with 6 ATP molecules converts to 6 ADP molecules. ഇവിടെ നിന്ന് നമുക്ക് 6 ഫോസ്ഫേറ്റ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്സിനെ കിട്ടുന്നു. And it combines with the ribulose 5-phosphate to form
RuBP which is a 5 carbon compound. ഇവിടെ നമ്മുടെ ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ഇവിടെ പറഞ്ഞതുപോലെ 3 കാർബൺ ആണ്, ഇവിടെയും 3 കാർബൺ ആണ്. സോ ഇവിടെ 10 into 3 30 കാർബൺ ഉണ്ട് ഇതിനകത്ത് ടോട്ടൽ. അതുപോലെ 6 molecules of ribulose 5 phosphate ഇതൊരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്, 5 കാർബൺ. സോ 6 into 5 ഇവിടെയും 30 കാർബൺ തന്നെ ഉണ്ട്, പക്ഷെ ഇതൊരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. ദെൻ അവിടെ ഫോസ്ഫോറിലേഷൻ നടന്നിട്ട് എന്തായി മാറുന്നു, അത് തിരിച്ച് 6 molecules of ribulose biphosphate ആയിട്ട് മാറുന്നു. ഇനി നമുക്ക് നമ്മൾ ഈ ഡാർക്ക് റിയാക്ഷനിൽ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം ഇവിടെ വന്നോ എന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നോക്കൂ. ആദ്യം കാർബോക്സിലേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ റുബുലോസ് ബൈഫോസ്ഫേറ്റ് റുബിസ്കോ എന്ന് പറഞ്ഞ എൻസൈമിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് ഹെക്സോസ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ് കാർബോക്സിലേഷൻ. സോ കാർബോക്സിലേഷൻ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഈ 6 molecules of hexose intermediate 12 molecules of phosphoglyceraldehyde ആയിട്ട് മാറുന്ന ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്ലൈക്കോളിറ്റിക് റിവേഴ്സൽ. ഗ്ലൈക്കോളിസിസിൽ നേരെ റിവേഴ്സ് ആണ് സംഭവിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഇവിടെ ഇതൊരു ഗ്ലൈക്കോളിറ്റിക് റിവേഴ്സൽ എന്നാണ് ഈ സ്റ്റെപ്പിനെ വിളിക്കുന്നത്, ഗ്ലൈക്കോലിറ്റിക് റിവേഴ്സൽ. ഓക്കെ, ഗ്ലൈക്കോലിറ്റിക് റിവേഴ്സൽ. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, 10 molecules of phosphoglyceraldehyde നിന്നും തിരിച്ച് RuBP റീജനറേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ആയതുകൊണ്ട് ഈ സ്റ്റെപ്പിനെ എന്ത് വിളിക്കും, റീജനറേഷൻ ഓഫ് RuBP എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ 3 സ്റ്റെപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ 2 molecules of phosphoglyceraldehyde നിന്നും ഗ്ലൂക്കോസ് നമുക്ക് ഈൽഡ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഇനി നമുക്ക് പറയാനുള്ളത്. സോ നമുക്ക് അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. അതുകൂടെ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആകും. അപ്പൊ നമ്മള് ഗ്ലൂക്കോസ് എങ്ങനെയാ സിന്തസൈസ് ചെയ്യുന്നത് ഇതുവരെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു 2 molecule ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് നമ്മൾ ഡയറക്ട്ലി ഗെയിൻ ചെയ്തത് ഗ്ലൂക്കോസിന്റെ സിന്തസിസിന് വേണ്ടി പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഇവിടെ ഈ 2 molecules of ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡിൽ 3 കാർബൺ കോമ്പൗണ്ട്. അപ്പൊ 2 molecules വരുമ്പോൾ ടോട്ടൽ 6 കാർബൺ. ഇവിടെ ഇവർക്ക് ഒരു കണ്ടൻസേഷൻ പോളിമറൈസേഷൻ സംഭവിക്കും. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഒക്കെ എന്താണെന്ന് വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. സിംപ്ലി പോളിമറൈസേഷൻ. ഇവര് 2 molecules of phosphoglyceraldehyde പോളിമറൈസേഷൻ സംഭവിച്ചു. അത് 1 molecule of fructose 1,6-diphosphate ആയിട്ട് മാറുന്നു. ഫ്രക്ടോസ് 1,6-diphosphate. 2 ഫോസ്ഫേറ്റ് ഉണ്ട്, 1 മോളിക്യൂളേ ഉള്ളൂ. വിച്ച് മീൻസ് ഇവിടെ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ കോമ്പൗണ്ട്. അപ്പൊ 6 into 1 6, ഇവിടെ 2 into 3 6. കാർബൺ എണ്ണത്തിലൊന്നും മാറ്റമില്ല. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ സംഭവിച്ചു ഫ്രക്ടോസ് 1,6-diphosphate ആയിട്ട് മാറുന്നു. Then this fructose 1,6-diphosphate undergoes dephosphorylation. Dephosphorylation to form 1 molecule of dephosphorylation സംഭവിച്ചത് 1 molecule of fructose 6-phosphate ആയിട്ട് മാറുന്നു. Which is again a 6 carbon compound. Fructose 6-phosphate ആയിട്ട് മാറുന്നു. Which is again a 6 carbon compound. Fructose 6-phosphate. അതിനുശേഷം this fructose 6-phosphate undergoes isomerization. Isomerization to form glucose, 1 molecule of glucose 6-phosphate. ഇത്രയുമാണ് നമ്മളുടെ ഡാർക്ക് റിയാക്ഷന്റെ സ്റ്റെപ്സ്. നമ്മുടെ അവിടെ നേരിട്ട് നമ്മൾ ഗെയിൻ ചെയ്ത 2 molecules of phosphoglyceraldehyde ഇങ്ങനെയാണ് ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് മാറുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ 6 കാർബൺ കോമ്പൗണ്ട്. അപ്പൊ നമ്മുടെ ഡാർക്ക് റിയാക്ഷന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാർട്ട് കൂട്ടുണ്ട്, നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഡാർക്ക് റിയാക്ഷന്റെ പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു. ആ പ്രോസസ്സുകളെല്ലാം വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.